ഗീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ധ്യാൻ റോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അൺബോക്സിങ് വീഡിയോ ഇട്ട് വന്നേക്കാണ്. അപ്പോൾ 4-5 സാധനങ്ങൾ ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ സമയം പഴിക്കളയുന്നില്ല, നേരെ വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കവറാണ്. ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. 2 സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് സൈഡ് ഈ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഫോണിൻ്റെ കവറാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ ആ ഫോൺ മേടിച്ചിരുന്ന വീഡിയോ ഉണ്ടല്ലോ, യൂട്യൂബിൽ കിടാൻ കയറി കണ്ടോളൂ. അപ്പോൾ ആ ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. ബാക്കൊക്കെ ഒരു മഞ്ഞ കവറിൻ്റെ ഒരു ബാക്കൊക്കെ തുറന്ന് കാണിച്ചാൽ എന്താ ഈ ഒരു മഞ്ഞ കളറിൻ്റെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റാനായിട്ട് ഒരു കവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു നല്ലൊരു കവറാണ്. ഇതാ നമുക്ക് ഇതും കട്ട് ചെയ്യും. ഇതാ അപ്പോൾ ആദ്യത്തെ ഐറ്റമാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. ഇവിടെ ഓക്കെ, വേസ്റ്റെല്ലാം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇതാണ് കവർ. ഇതിൻ്റെ അകത്തൊരു തെർമോക്കോൾ കണക്കത്തൊരു സാധനം ഇരിപ്പുണ്ട്. ഇതാണ് സാധനം. ഇതിൻ്റെ കുറച്ച് നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് കേട്ടോ. അപ്പോൾ ഇതിൽ ക്യാമറ തറയിൽ വീണാലൊന്നും പൊട്ടാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റിക്ക്, ക്യാമറ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്, ഒരു ക്ലോസ് ഉണ്ട്. ഇത് നമുക്ക് ഇതുവഴി അങ്ങ് തുറന്നെടുക്കാൻ പറ്റും. നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു മാഗ്നറ്റിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ട് ഇത് നമുക്ക് എൻ്റെ കയ്യിൽ തന്നെയാണ് ഇവിടെ വയ്ക്കുന്നത്. ഇങ്ങനെ ഫോൺ ഇങ്ങനെ വച്ച് സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. അതാണ് നമുക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിലുള്ള 2 ഫോൺ അവർ ഇറക്കിയിട്ടുണ്ടോ, iQ40e എന്ന് പറയുന്ന ഫോണും iQ Z9s ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫോണിനും ഇത് സ്യൂട്ടായിട്ട് വർക്ക് ചെയ്താൽ കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഐറ്റം മാറ്റി വയ്ക്കും. സെക്കൻഡ് ഐറ്റമാണ് ഞാനൊരു കാലിഗ്രഫി പേന മേടിച്ചിട്ടുണ്ട്. കാലിഗ്രഫി പേന എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു വൃത്തി, ആ രീതിയിൽ നല്ല വൃത്തിക്ക് ഉള്ള ഒരു പേനയാണ്. അത് ഈ ഒരു പേനയാണ്, പാർക്കറിൻ്റെയാണ് ഈ ഒരു പേനയാണ്. അപ്പോൾ നമുക്ക് ഇതും അൺബോക്സ് ചെയ്യാം. ഇത് എഴുതി കാണിക്കുന്നത് ഈ പേനേൻ്റെ എഴുതുന്നത് ഞാൻ ഈ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വില ഞാൻ മോളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അത് കണ്ടോളണേ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തുറക്കാം. ഇത് ഇത്തിരി ടൈറ്റ് പാക്കിംഗ് ആണ്. കാര്യം പാർക്കറല്ലേ, പാർക്കർ ആയതുകൊണ്ട് നല്ല ഒരു കമ്പനിയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർ നല്ലൊരു പാക്കേജിങ് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ പൊട്ടിക്കണം എന്നൊരു പിടിയുമില്ല. നമുക്ക് എങ്ങനെയും കട്ടി പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക് കണ്ടിക്കാം. ഉണ്ടോ, സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? അപ്പോൾ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇത് പാർക്കറിൻ്റെ ആയതുകൊണ്ട് തന്നെ, അതുപോലെ നിങ്ങൾ പാർക്കറിൻ്റെ ഫൗണ്ടൻ പേനയൊക്കെ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നു എന്ന് തോന്നുന്നു. അത് നമുക്ക് വേറെ വീട്ടിൽ വേണമെങ്കിൽ ഡീറ്റെയിലായിട്ട് ഇടാം. വീഡിയോ ആയിട്ട് ഒരു പേനേൻ്റെ ഇടണ്ട, ഒരു ഷോർട്സ് വേണമെങ്കിൽ ഇട്ട് തരാം. ഓക്കെ, ഇതാ ഇഷ്ടപ്പെട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ആ പേനയെന്ന് പറയുന്നത്. ഇതൊരു ബോക്സാണ് കേട്ടോ. ഇവർ ബോക്സായിട്ടാണ് തന്നിരിക്കുന്നത്. പാർക്കറിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരു പേന ഇവർ തന്നിട്ടുണ്ട്. പിന്നെ അതുണ്ട്, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു നിബ് എന്ന് പറയുന്നത്, ഒരു ടൈപ്പ് നിബ്. ഇതൊരു ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതൊരു ഇത്തിരി ഒരു ഗ്യാപ്പുള്ള ഒരു നിബാണ്. പിന്നെ ഇത്തിരി ഗ്യാപ്പ് കുറഞ്ഞ ഒരു നിബുണ്ട്, അത് ഞാൻ കാണിച്ചതാ. ഇത്തിരി ഗ്യാപ്പ് കുറഞ്ഞ എഴുതുമ്പോൾ ഇത്തിരി ഒരു ഗ്യാപ്പ് കുറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ ഒരെണ്ണമാണ്. പിന്നെ ഇതിൻ്റെ ഇടാനൊക്കെ ഉള്ള ഈ റീഫില്ലില്ലേ,
ഇത് 2 ബ്ലാക്കിൻ്റെ റീഫിൽ ഇവർ തന്നിട്ടുണ്ട്. പിന്നെ 2 ബ്ലൂ ഇവർ തന്നിട്ടുണ്ട്. 2 ബ്ലൂവും 2 ബ്ലാക്കും ഇവർ പാർക്കർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വിലയും ലിങ്കും ഒക്കെ കാണിക്കുന്നുണ്ട്, മുകളിൽ കാണിക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരെണ്ണം ഫിറ്റ് ചെയ്തും കൂടെ തന്നിട്ടുണ്ട്. നല്ലൊരു പേനായിട്ടാണ് തന്നിരിക്കുന്നത്. അടയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പേനായിട്ട് ഒരു പാർക്കർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ലാസ്റ്റ് എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എഴുതി കാണിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എഴുതി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത സാധനത്തിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഇങ്ങനെ അടച്ചിരിക്കുന്നത് തുറക്കുമ്പോൾ ആ ഇങ്കില്ലേ, ആ ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു സാധനം കൂടെ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ക് ഇതിൽ ഇങ്കിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ക് ഫില്ലറും കൂടെ ഇവരിതിൽ ഫിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ക് ഫില്ല് ചെയ്യണമെങ്കിൽ വേറെ ഒരുപാട് ടെക്നിക്കൊക്കെ ഉപയോഗിക്കേണ്ട ആയിരുന്നു. അപ്പോൾ അവരത് കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാധനത്തിലേക്ക് കടക്കാം ഗെയ്സ്. അപ്പോൾ അടുത്തത് ഞാൻ 2 സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഞാൻ 2 പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ, കാരണം 2ഉം ഫുഡ് ഐറ്റമാണ്. ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഒരു സാധനമാണ്, ഗുലാബ് ജാമുൻ. നല്ലൊരു ഗുലാബ് ജാമുൻ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ലൊരു ഗുലാബ് ജാമുനാണ്. 1 kg ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിത് അൺബോക്സ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ഇപ്പോൾ പൊട്ടിക്കുന്നില്ല, കാരണം ഈ ഫുഡ് ഐറ്റം വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും പറ്റും. അപ്പോൾ പിന്നെ ഇത് സഹകരണ എക്സ്പോ എന്ന് പറയുന്നൊരു സ്ഥലത്തുനിന്ന് നമ്മൾ മേടിച്ചതാണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ചിപ്സാണ്. നല്ലൊരു ജാക്ക് ഫ്രൂട്ട് ചിപ്സാണ്. നല്ലൊരു ചക്ക ചിപ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് ചിപ്സാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് ഞാനിപ്പോൾ ഫുഡ് ഐറ്റമായിട്ട് കാണിച്ചത്. അപ്പോൾ ഈ 4 സാധനങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് എഴുതി കാണിക്കാൻ പോകണം. ഈ ഒരു പേന എഴുതി കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എഴുതി കാണിക്കാം. പ്ലീസ്, ഞാൻ അവസാനം എഴുതി കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു. എഴുതി കാണിച്ചു തരാം. അതിനിടയ്ക്ക് ഞാൻ ഒരു പുതിയ ഉടുപ്പിട്ടു, ഒരു കണ്ണാടി വെച്ചു. അപ്പോൾ എഴുതി കാണിച്ചു തരാം ഗെയ്സ്. അപ്പോൾ ഇതാണ് ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്, ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സ് തുറക്കുമ്പോൾ ഇതാണ് പേനയിൽ 1 എന്ന് പറയുമ്പോൾ ഈ ഒരു നിബ്, 2 എന്ന് പറയുമ്പോൾ ഈ ഒരു നിബ്, മീൻസ് ഈ ഒരു നിബ്, 3. അപ്പോൾ ഈ 3 നിബിൻ്റെയും ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിബിൻ്റെ നമ്മളുടെ ഇതിൻ്റെ ലോഗോ ആണ് എഴുതാൻ പോകുന്നത്, വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു നിബിട്ട് എഴുതിയ ഇത്. ഇനി സെക്കൻഡ് നമുക്ക് ഇത് മാറ്റിയിട്ട് ഇത് വെച്ച് ഈ ഒരു നിബിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നിബ് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഈ ഒരു നിബ് കയറ്റി, ഇത്തിരി വലിപ്പമുള്ള ഒരു നിബാണ്. ഓക്കെ, ഇതിൽ നമ്മളുടെ അതേ ലോഗോ തന്നെയാണ് എഴുതാൻ പോകുന്നത്. ഇത്തിരി ഒരു കട്ടി ആണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് മാറ്റി ഇത്തിരി കൂടെ നൈസായിട്ടുള്ള 3rd സാധനം എടുക്കാൻ പോകണം. ഇതാണ് ഇത്തിരി കൂടെ നൈസാണ്. അപ്പോൾ ഈ 3ഡിലേക്ക് നമ്മളുടെ ഇത് കയറ്റി ഇതിവിടെ വച്ചു, ഇത് ടൈറ്റ് ചെയ്തു. അതിൻ്റെ നമ്മുടെ ലോഗോ കാണിച്ചു തരാം. ഇത്തിരി ഇങ്ക് കുഴപ്പമാണ്. ഓക്കെ, സ്റ്റഡി ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത്തിരി തെറ്റിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ എഴുതാം. ഓക്കെ, ഇത്തിരി കൂടെ ലൈറ്റായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇത് വെട്ടിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇത്തിരി കൂടെ ലൈറ്റായിട്ട് എഴുതിയത്. അപ്പോൾ ഇത് വരച്ചും കഴിഞ്ഞായിരുന്നു. ലാസ്റ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടോ. അപ്പോൾ ഞാൻ വരച്ചും കാണിച്ചായിരുന്നു. അപ്പോൾ അൺബോക്സിങ് കണ്ടു അല്ലേ. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു 260.
നമുക്കതിന് 300 അതിന് കൂടുതലും ആക്കണ്ടേ, 1K ഒക്കെ ആക്കണ്ടേ. അപ്പോൾ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പോൾ നിങ്ങളൊരു സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളിതൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.